Assalamualaikum warahmatullahi taala wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu fala mudilla lahu wa may yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن سيدنا محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال تعالى وما أرسلناك إلا رحمة للعالمين. قال نبينا محمد صلى الله عليه وسلم من صلى علي صلاة صلى الله عليه بها عشرا وكتب له بها 10 حسنات. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا رسول الله.
നമ്മുടെ ഈ കൂടലും പിരിയലുമെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് കബറിടത്തിലേക്ക് വെളിച്ചമാകുന്ന രക്ഷയാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സ്നേഹനിധികളായ സ്നേഹിതന്മാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, പല സമയങ്ങളിലായി പല വിഷമഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും റബ്ബിന്റെ ദീനിന് വേണ്ടി സഹകരിച്ച സഹകാരികളായ പ്രവർത്തകന്മാർ, സംഘകുടുംബത്തിലുള്ളവർ, പത്തിരിയാൽ മഹല്ലിലെ പ്രത്യേകിച്ച് ദീനി സംരംഭങ്ങൾക്ക് ലോകത്ത് തന്നെ എല്ലാ രൂപത്തിലും സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പത്തിരിയാലിലെ മുഴുവൻ ദീനി വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന നല്ല മനസ്സുള്ള സുമനസ്സുകളായ പ്രവാസി സ്നേഹിതന്മാർ, അൽഹംദുലില്ലാ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ, മുൻകാലങ്ങളിൽ സേവനം ചെയ്തിരുന്ന ഒരുപാട് നല്ല മനസ്സുകളായ, സേവനം ചെയ്യുന്ന സമയത്ത് ഭക്ഷണം നൽകി മറ്റുള്ള ഒരുപാട് സഹകരണങ്ങൾ നൽകി സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ് അവരിടത്തിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ച റബ്ബ് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മീലാദുൻ നബി വിളംബരവും ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അനുസ്മരണവും നടക്കുന്ന ഈ സമയത്ത് കൂടുതൽ സമയം നീട്ടി പരത്തി പറഞ്ഞ് ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. നമുക്ക് മുമ്പിലുള്ള സാഹചര്യം വളരെ വിഷമകരമായ രൂപത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൂടുതൽ പ്രയാസമാണ്, ബുദ്ധിമുട്ടിലാണ്. അൽഹംദുലില്ലാഹ് എന്നാൽ പോലും അല്ലാഹുവിന്റെ ദീന സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു അവന്റെ സൃഷ്ടികളിലൂടെ ഈ ലോകത്തേക്ക് പല സംവിധാനങ്ങളും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തും ഈ രൂപത്തിൽ ഓൺലൈനിലൂടെ പത്തിരിയായിലെ പ്രവർത്തകന്മാർ ദീനി ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ വളരെ സന്തോഷദായകമാണ് എന്നത് ഈ സമയത്ത് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. എന്റെ പ്രിയമുള്ള വിശ്വാസികളോട് പരിശുദ്ധവും പരിപാവനവുമായ ഒരു പുണ്യ റബീഉ അതിന്റെ പൊന്നമ്പിളി ആകാശ നീലിമയിൽ തെളിയുന്നത് കാത്തിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് റബീഉൽ അവ്വൽ വസന്തകാലം വരുന്ന സമയത്ത് അവന്റെ മനസ്സിൽ മനതലങ്ങളിലേക്ക് ആർത്തിരമ്പി വരുന്ന
സന്തോഷങ്ങൾക്ക് അതിരുണ്ടാവുകയില്ല. കാരണം വിശ്വാസിയാണെങ്കിൽ അവൻ മനസ്സിലാക്കിയത് ലോകത്തെ തന്നെ പടക്കാൻ കാരണനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിനെ കൊണ്ട് അവിടുത്തെ പിറവി കൊണ്ട് ധന്യമായ പരിശുദ്ധമായ പുണ്യ റബീഉ പുണ്യവസന്തം അത് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ കടന്നു വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം നമ്മെ സൃഷ്ടിച്ച് നമ്മെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട അന്നവും വെള്ളവും നമുക്ക് പാർക്കാനുള്ള പാർപ്പിടവും അങ്ങനെയങ്ങ് തുടങ്ങി നമുക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും അത് വേണ്ടതുപോലെ നൽകി നമ്മെ പരിപാലിക്കുന്ന പടച്ചറബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ സൃഷ്ടാവ് വരെ പുകഴ്ത്തി പറയുന്ന ഹബീബ് നമ്മൾ ആ ഹബീബിന്റെ പിറവിയെടുത്ത മാസം വരുമ്പോ പിന്നെ എന്തുകൊണ്ട് സൃഷ്ടികൾക്ക് സന്തോഷിച്ചുകൂടാ? ഇവിടെയാണ് നാം അറിയേണ്ടത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ ഏറ്റവും അടുത്ത മലാക്കന്മാരും സദാസമയങ്ങളിൽ ഹബീബിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ഒരുപാട് മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സത്യവിശ്വാസികളെ, ഈമാൻ ഹൃദയത്തിലുള്ളവരെ, നിങ്ങളും ആ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കണം. ഹബീബിന്റെ മേലിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന്, നിങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ഹബീബിന്റെ മേൽ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ലോകത്തോട് ജനസമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങയെ നാം ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയക്കുന്നത് ലോകത്തിന്റെ അനുഗ്രഹമായിട്ടാണ്. അവിടെ അല്ലാഹുവിന്റെ ഒരു കാരുണ്യമായിട്ട് റഹ്മത്തായിട്ടാണ് നബിയെ അങ്ങയെ നാം ഈ ലോകത്തിന് സമർപ്പിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നാം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടതുണ്ട്. ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക്, ചെറിയവർ, വലിയവർ, വെളുത്തവർ, കറുത്തവർ, പണമില്ലാത്തവർ, പണക്കാരൻ, ഇങ്ങനെ അടിമ, ഉടമ ഒരു രൂപത്തിലും അല്ലാഹു പറഞ്ഞു വെച്ചിട്ടില്ല. മറിച്ച് ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ് അങ്ങയെ നാം സൃഷ്ടിക്കുന്നത്, കാരുണ്യമായിട്ട് അയക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഇബ്നു കസീർ തങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നത് കാണാം. അന്നല്ലാഹു തആല ജഅല മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചു റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ടാണ്, കാരുണ്യമായിട്ടാണ് മുത്തുനബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അവിടുന്ന് ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കുന്നു, ഐ അർസലഹു റഹ്മതൻ ലഹും കുല്ലിഹിം. ലോകത്തിന്, അതേ ലോകത്തുള്ള സർവ്വചരാചര വസ്തുക്കൾക്കും കാരുണ്യമാണ് മുത്തുനബി തങ്ങൾ. അതുകൊണ്ട്
കാരുണ്യത്തിന് ആരെങ്കിലും സ്വീകരിച്ചാൽ അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് വേണ്ടി ആരെങ്കിലും നന്ദി കാണിച്ചാൽ അങ്ങനെ നന്ദി കാണിക്കണമെന്ന് സൂറത്തുൽ ദുഹായിലൂടെ പടച്ചറബ്ബ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നബിയേ, താങ്കളുടെ റബ്ബ് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നീ പറയണമെന്നോ സൂറത്തുൽ ദുഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അതാ മഹത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും റഹ്മത്ത് കിട്ടിയാൽ, എന്തെങ്കിലും നിഅമത്ത് ലഭിച്ചാൽ അതിനു വേണ്ടി നന്ദി കാണിക്കുക എന്നുള്ളത്, റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ അടയാളമാണ്. ആ ഒരു അടയാളപ്പെടുത്തലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. ആ റഹ്മത്ത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് അതാണ്. ആ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച ആ നിഅമത്ത്, അതിനു വേണ്ടി ശുക്ർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിനെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ, ആ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് ആനന്ദം കൊള്ളാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ സഈദ ഫിദ്ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവ് എന്നെ വിജയിച്ചു പോയി. തൊട്ടതെല്ലാം പൊന്നാക്കാൻ അവന് സാധിക്കുന്നു. അവന് സങ്കടങ്ങളില്ല, അവന് പ്രയാസങ്ങളില്ല. അവൻ പരാജയരുടെ പട്ടികയിലെല്ലാം മറിച്ച് മുത്തുനബി തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് നമ്മൾ സന്തോഷം കൊള്ളുന്നുണ്ടെങ്കിൽ സഈദ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അവിടുന്ന് ഉദ്ധരിക്കുന്നു. തുടരുന്നു, വമൻ റദ്ദഹാ ഖസിറ ദുനിയാ വൽ ആഖിറ. അതല്ല, അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയ മാസം കൊണ്ട് സന്തോഷിക്കാൻ നിനക്ക് മനസ്സ് വരുന്നില്ലേ? ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നിനക്ക് പ്രയാസമുണ്ടോ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നിന്റെ ആവലാദികൾ തീരുന്നില്ല, നിന്റെ പ്രശ്നങ്ങൾക്ക് അറുതിയില്ല, നിന്റെ ഒരു സന്തോഷങ്ങളും നിനക്ക് ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ സാധിക്കൂല, ഒരു സന്തോഷവും നിനക്ക് ലഭിക്കൂല. മാത്രമല്ല ഖസിറ ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവും പരാജയമാണ്. നാളേക്കുള്ള ജീവിതത്തിലല്ലേ, അതിന്റെ നെട്ടോട്ടത്തിലല്ലേ മുസ്ലിമീനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ജീവിക്കുന്നത് നാളെയുടെ വിജയത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ മുത്തുനബി തങ്ങളെ നിഷേധിക്കുന്നുവോ? ഹബീബിന്റെ ജന്മദിനം വരുന്ന സമയത്ത് അവിടുന്ന് പിറവിയെടുത്ത മാസം വരുമ്പോ സന്തോഷിക്കുന്നില്ലെങ്കിൽ, അതിനെ നിഷേധിച്ച് തള്ളിക്കളയുകയാണെങ്കിൽ ഖസിറ ദുനിയാ വൽ ആഖിറ, അവന്റെ ആഖിറവും പരലോകവും പരാജയമാണെന്ന് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതേ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നബിയെ പറയണോ, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. അവർക്ക് ഈ ദുനിയാവിൽ, ഈ ഭൂമുഖത്ത് വെച്ച് എന്തൊക്കെ സംഗമിക്കാനും ഒരുമിച്ച് കൂടാനും പറ്റുന്നുണ്ടോ, എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം അവർക്ക് അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലാണെന്ന് മറ്റൊരു
മുമ്പിൽ വിശദീകരിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മുഫസ്സിരീങ്ങളുടെ നേതാവ് ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ആയത്തിൽ അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഫദ്ൽ എന്ന് പറയുന്നത് ഇൽമുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഇൽമാണ്. അല്ലാഹുവിന്റെ ഇൽമ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ അറിയണം. ശേഷം അവിടുന്ന് വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അവർ സന്തോഷിക്കട്ടെ. അവിടെ റഹ്മത്ത് എന്നതിന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നത്, അവിടുന്ന് അർത്ഥം വെച്ചത് അവിടുന്ന് പറഞ്ഞു തന്നത് വറഹ്മതുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിലെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളാണെന്ന് മുഫസ്സിരീങ്ങളുടെ നേതാവ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ മഹത്തുക്കളായ ഒരുപാട് ഉലമാക്കൾ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്തേക്ക് പ്രസവിച്ചു വീഴുന്ന കുട്ടിയുടെ ചെവിയിൽ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന വാക്കുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. ശേഷം ആ കുട്ടിക്ക് ഓർമ്മ വെക്കുന്ന സമയത്ത് ആ കുട്ടിയെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് എന്താ? ആദ്യമായി ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, നമ്മുടെ പിഞ്ചു കിടാങ്ങൾക്ക്, പിഞ്ചു പൈതങ്ങളുടെ മനതലങ്ങളിലേക്ക് ആദ്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആശയം അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്താണ്, അവിടുത്തെ പ്രണയമാണ് പഠിപ്പിക്കേണ്ടത്. അതെ, അവിടുത്തെ സ്നേഹമാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. മറ്റുള്ള എല്ലാ വസ്തുക്കളുടെ പേരുകളും നാമങ്ങളും മറ്റു വസ്തുക്കളെ കുറിച്ച് അറിയിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് എന്റെ പിഞ്ചു മക്കളുടെ മനതലങ്ങളിലേക്ക് കടന്നു വരേണ്ടത് മദീനയിലെ രാജാവ് എന്റെ ഈ പിഞ്ചു പൈതൽ പ്രസവിക്കാൻ കാരണം, അതേ അവിടുത്തെ ഉമ്മ പ്രസവിക്കാൻ കാരണം, അവിടുത്തെ ഉപ്പ ഉണ്ടാവാൻ കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് അവിടുത്തെ ആത്മസന്താനങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത്. കഴിഞ്ഞിട്ടില്ല. ആ മുത്തുനബി തങ്ങളും അതുകൊണ്ടല്ലേ പറഞ്ഞത് മൻ സ്വല്ലല്ലാഹി സ്വലാതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആ ഹബീബിന്റെ മേലിൽ ഒരു സ്വലാത്ത് നമ്മൾ അങ്ങ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അവന്റെ മേൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ 10 സ്വലാത്തുകളെന്ന് അതിന് പകരമായി ചൊല്ലുന്നു. മുഹഫിദീങ്ങളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് തിരിച്ചു ചൊല്ലുമെന്ന് പറഞ്ഞാൽ 10 നന്മകൾ അവന് നൽകുന്നു, 10 ഗുണങ്ങൾ അവന് റബ്ബ് സമ്മാനിക്കുന്നു. കഴിഞ്ഞിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു വകുതിബ ലഹു ബിഅശ്റു ഹസനാത്ത്. അവന് 10 പ്രത്യേകമായ നന്മകളും 10 നന്മകളും അവന് രേഖപ്പെടുത്തി വെക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം അവന്റെ 10 തിന്മകളും അവന് മായ്ച്ചു കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കൊണ്ട് ഹബീബിന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലലാണ്, ഹബീബിനെ സ്നേഹിക്കലാണ്, അവിടുത്തെ പ്രിയം വെക്കലാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സ്വകാര്യമായ മേഖലകളിലേക്ക്, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുച്ചൂട്ടം ഭാഗങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുമായിട്ടാണ് നാം ജീവിക്കുന്നത്. അവിടെ
മുത്തുനബി തങ്ങളെ കൊണ്ട് ജീവിക്കുന്ന കാലമത്രയും നിന്റെ തോഴത്തിലായി അന്തസ്സോടുകൂടി നമുക്ക് ജീവിക്കണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. അതേ, നമുക്കതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എനിക്കൊരു നേരത്തെ ഭക്ഷണം ലഭിക്കണം, അതിൽ എനിക്ക് ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല, എന്റെ കുടുംബത്തെ പോറ്റി വളർത്താനുള്ള കാശ് എനിക്ക് വേണ്ടതുണ്ട്. മറ്റൊരാളുടെ സങ്കടം എന്ന് എന്റെ അരികിൽ വന്ന് പറയുമ്പോ ആ സങ്കടത്തിന്, ആ സ്നേഹിതന്റെ വേവലാതിക്ക് പരിഹാരം നൽകാൻ എന്റെ അടുത്ത് കാശുണ്ടാവണം. അതല്ലെങ്കിൽ അതിന് റെമഡി നൽകാൻ, എന്തെങ്കിലും പരിഹാരമൊക്കെ ലഭിക്കാൻ നൽകാൻ, എന്റെ അടുക്കൽ നിന്ന് അവന് എന്തെങ്കിലും സമാധാനം ലഭിക്കാൻ, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കാൻ എനിക്ക് കഴിയണം. അതിനുള്ള പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് പറയുന്നു അസ്സലാത്തു അലയ്യ തംഫിൽ ഫഖ്റ. അവന്റെ ദാരിദ്ര്യം അവനെ പിടിക്കൂല, അവന്റെ ദാരിദ്ര്യം കടന്നു പിടിക്കൂല, പട്ടിണിയിലേക്ക് അവൻ പോകൂല. അതിനുള്ള പരിഹാരം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്പം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നതാണ്. റഹ്മാനുറഹീമായ തമ്പുരാൻ ഹബീബിനെ പ്രണയിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തോടുകൂടെ സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കാൻ, അത്തരത്തിലുള്ള നല്ല തേങ്ങയുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിക്കുന്നവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ ഒരു സ്ഥാനം നമുക്ക് കിട്ടണമെങ്കിൽ മുത്തത്തേനോട് കൂടെ നമുക്ക് അവിടെ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഹൃദയം ശുദ്ധിയാവേണ്ടതുണ്ട്, നമുക്ക് തത്വമുള്ളവരായി മാറേണ്ടതുണ്ട്. അതാ നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് പരിഹാരം നമുക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അറിയിച്ചു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. അവിടുന്ന് പറയുന്നു ലികുല്ലി ശൈഇൻ തഹാറ. എല്ലാ വസ്തുക്കളും ശുദ്ധിയാക്കാൻ ഓരോ ശുദ്ധീകരണ വസ്തുക്കളുണ്ട്, എല്ലാത്തിനും മാർഗങ്ങളുണ്ട്, എല്ലാത്തിനും ഓരോ വസ്തുക്കളുണ്ട്. അതേ, നമ്മുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ഒരു കര പുരണ്ടാൽ അതിനെ മായ്ച്ചു കളയാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകൾ ഉപയോഗിച്ചത് നമുക്ക് നീക്കിക്കളയാൻ സാധിക്കുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞായ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വീഴുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു കളങ്കവുമില്ല, ഒരു കറുത്ത പുള്ളി പോലുമില്ല, ഒരു വെളുത്ത പേപ്പർ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയാണ് ആ പേപ്പർ കാണാൻ. ആ രൂപത്തിൽ സ്ഫടിക സമാന തുല്യമായ നമ്മുടെ ഹൃദയം. പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പടികൾ നമ്മൾ കയറുമ്പോ തെറ്റുകളുടെ കൂമ്പാരങ്ങളെ കൊണ്ട് വെളുത്ത പേപ്പറിൽ ഒരു മഷിത്തുള്ളി വീണാൽ, ഒരു കറുത്ത കറ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോയല്ലോ, അതിന്റെ ശുദ്ധി ഇല്ലാതെയായി പോയില്ല. ഇതുപോലെ ജീവിതത്തിന്റെ തുടക്കം മുതൽ കൊല്ലങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി, ഇപ്പോൾ വയസ്സ് 30-40 കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ആ ഹൃദയത്തെ ശുദ്ധിയാക്കണോ? എന്റെ സ്വന്തം ശരീരത്തോട്, ശബ്ദം ശ്രവിക്കുന്നവരോട് പരിഹാരം നമുക്ക് മുമ്പിലുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ വസ്തുക്കളെയും ശുദ്ധിയാക്കാൻ ഓരോ മാർഗങ്ങളുണ്ട്. എന്നാൽ സത്യവിശ്വാസിയുടെ ഹൃദയം ശുദ്ധിയാക്കാൻ, ഹൃദയ ശുദ്ധീകരണത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ പ്രണയിക്കലാണ്, ആ ഹബീബിനെ സ്നേഹിക്കലാണ്. ആ ഹബീബിനെ സ്നേഹിക്കണമെങ്കിൽ അവിടുത്തെ സ്വലാത്തുകൾ നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ സ്വലാത്തുകൾ ചൊല്ലാനുള്ള മനസ്സ് വരുന്നത് എപ്പോഴാണ്? ആ ഹബീബിനെ കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്ന സമയം.
സമയത്താണ്. ആ സന്തോഷം നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെറിയ ചെറിയ മക്കളൊക്കെ ജനിക്കുന്ന സമയത്ത് അവരുടെ വർഷം ബർത്ത്ഡേ അത് ഒരു ക്രിസ്തീയ ആചാരമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അറിയേണ്ടത് ആ സമയത്ത് ഹബീബിന്റെ പേരിലുള്ള മൗലിദുകളൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയുള്ള നല്ല മജ്‌ലിസുകൾ സംഘടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റു രൂപത്തിലുള്ള മതാചാരങ്ങൾ നമ്മൾ ഇമിറ്റേഷൻ ചെയ്ത് അത് അനുകരിച്ച് അനുധാവനം ചെയ്യുന്ന രൂപത്തിലേക്കോ നമ്മൾ ആയിത്തീരാൻ പാടില്ല. മറിച്ച് അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു മജ്‌ലിസ് സംഘടിപ്പിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകൾ സംഘടിപ്പിക്കുക. എന്നിട്ട് അതിലൂടെ മുത്തനബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിന്റെ ഖൈറിന് വേണ്ടി, ജീവിതത്തിലെ ബറക്കത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മകൻ അതല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ ജനിച്ച വർഷവും സമയവും ദിവസവും നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ആ ഉപ്പയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. ഇവിടെയാണ് നാം അറിയേണ്ടത്. ഇതിനെ അംഗീകരിക്കാതെ പുറംകാലുകൊണ്ട് തള്ളുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ ഉണ്ടാവാനൊക്കെ കാരണക്കാരൻ ഒരുപാട് ഉണർത്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബ് വന്ന മാസത്തിനെ നമ്മൾ നല്ലതുപോലെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണർത്തിയതാണ്. ഈ റബീഉൽ വസന്ത മാസം വരുമ്പോൾ അവന് വല്ലാത്ത സന്തോഷം ഉണ്ടാകുന്നു. കാരണം റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവിടുന്ന് പിറവിയെടുത്ത പരിശുദ്ധമായ പുണ്യ റബീഇലാണ്. ആ റബീഅ നമ്മിലേക്ക് കടന്നു വരുന്നത്. സന്തോഷം ഉണ്ടാകണം. ആ രൂപത്തിൽ ഹബീബിനെ നമ്മൾ വരവേൽക്കാൻ എന്തുകൊണ്ടും ബാധ്യസ്ഥരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി തങ്ങളെ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഖദ് ജിഇതുക ബിബിശാറ. ഓ പ്രിയപ്പെട്ട നബിയെ, ഖദ് ജിഇതുക ബിബിശാറ, ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ സമയത്ത് അങ്ങയുടെ അരികിലേക്ക് നാം വന്നിട്ടുള്ളത്. وهي أن الله تعالى يقول لك من صلى عليك من أمتك 3 مرات غفر الله له إن كان قائما قبل أن يقعد. തങ്ങളുടെ ഹഖ്വത്തിലേക്ക് സവിധത്തിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ സന്തോഷ വാർത്ത അറിയിക്കാനാണ് നബിയെ. ഈ സമയത്ത് റബ്ബ് എന്റെ അങ്ങയിലേക്ക് പറഞ്ഞയച്ചത് എന്താ? ആ പ്രത്യേകമായ കാര്യം, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ഒരാൾ അങ്ങയുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു ഇൻ കാന ഖായിമൻ ഖബ്ല അൻ യഖഉദ്. ആ ചൊല്ലിയ സ്വലാത്ത് ആരാണോ ചൊല്ലിയത്, സ്വലാത്ത് ചൊല്ലിയ വ്യക്തി നിന്നുകൊണ്ടാണ്, എണീറ്റുകൊണ്ടാണ് ആ സ്വലാത്ത് ചൊല്ലിയത് എന്നുണ്ടെങ്കിൽ ഖബ്ല അൻ യഖഉദ്, അവൻ ഇരിക്കുന്നതിന് മുമ്പ് അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുക. ശേഷം പറഞ്ഞു, വൈൻകാന ഖായിദൻ ഖബ്ല അൻ യഖൂം. അതല്ല, ആ വ്യക്തി ആ സ്വലാത്ത് ചൊല്ലിയത് ഇരുന്നു കൊണ്ടാണെങ്കിൽ അവൻ അവിടെ നിന്ന് എണീക്കുന്നതിന് മുമ്പ് അവന്റെ ദോഷം അവന് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വല്ലാതെ മറവി സംഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവിടെ ഒരു മറവിക്ക് പരിഹാരം എന്നോണം നാക്കുകൾ പഠിപ്പിക്കുന്നു. ആരെങ്കിലും മറവിയെ പേടിക്കുന്നുണ്ടെങ്കിൽ, മറവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവര് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെന്നോ അവിടുന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അസ്സലാത്തു അലാ നൂരി അലയ്യ, അസ്സലാത്തു അലയ്യ, അസ്സലാത്തു അലയ്യ, എന്റെ മേലിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നൂറുൻ അല സിറാത്ത്. അതേ, നമുക്ക് സ്വർഗ്ഗത്തിന്റെ അവകാശികളായി മാറണം. അതിനുള്ള ജീവിതത്തിലാണ് നമ്മളെല്ലാവരും, അതിന്റെ നെട്ടോട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ, സിറാത്ത് വിട്ടുകിടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തു തന്ന് ഇടിമിന്നൽ വേഗതയിൽ മുത്തുനബി തങ്ങളുടെ
നല്ല മദ്ഹിന്റെ മജ്ലിസ് പറയുന്ന ഈ മുബാറക്കായ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഇടിമിന്നൽ വേഗതയിൽ നരകം തൊടാതെ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സ്വലാത്തു അലയ്യ നൂറുൻ അലസ് സിറാത്ത്, എന്റെ മേലുള്ള സ്വലാത്ത്, എന്റെ മേലുള്ള സ്വലാത്ത്, അതേ അത് നൂറുൻ അലസ് സിറാത്ത്, സിറാത്തിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള പ്രകാശമാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം ദൈർഘിച്ചു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഒരുപാട് ഇനിയും നമുക്ക് പറയാനുണ്ട്. ഹബീബിനെ കുറിച്ച് പറഞ്ഞാലുണ്ടോ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് ഇല്ല. അതുകൊണ്ടല്ലേ ഇമാം ബുസൂരി തങ്ങൾ അവിടുത്തെ വരികളിലൂടെ ഉണർത്തിയില്ലേ, അതേ ഒരു വിശാലമായ പരന്നു കിടക്കുന്ന സമുദ്രത്തില് ഒരു തുള്ളി വെള്ളം ഒരു ചെറിയ കുഞ്ഞി പക്ഷി അതിന്റെ ചുണ്ടുകൊണ്ട് പൊക്കിയെടുത്ത് അതാ മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു, വീണ്ടും വരുന്നു. ഇങ്ങനെ ചെയ്താൽ അത് അവിടത്തേക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല, കഴിയുകയില്ല. എന്നാൽ ഇതിനേക്കാളും വിശാലവും പ്രവിശാലവുമായി പരന്നു കിടക്കുന്ന വിശേഷണങ്ങളാണ് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നവർക്കും അവിടുത്തെ കുറിച്ച് എഴുതുന്നവർക്കും അടയാളപ്പെടുത്താനുള്ളത്. മഹാനായ അനസ് ബിൻ മാലിക് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്? എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്? അവിടുന്ന് മഹാനായ നബി തങ്ങൾ ചോദിക്കുന്നു, ഖാല മാ അഅദത ലഹാ, ഓ പ്രിയപ്പെട്ട സ്വഹാബി, പ്രിയപ്പെട്ട മനുഷ്യ, അങ്ങ് എന്താണ് അതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്? എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അവിടുന്ന് മുത്തുനബി തങ്ങളോട് അദ്ദേഹം പറയുന്നു, മാ അഅദതു ലഹാ മിൻ കസീരി സ്വലാത്തി വലാ സൗമിൻ വലാ സദഖ, നബിയെ ഒരുപാട് നിസ്കാരങ്ങൾ എനിക്കില്ല, ഒരുപാട് നോമ്പുകളും എനിക്കില്ല, ഒരുപാട് ദാനധർമ്മങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. മറിച്ച് വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നബിയേ. ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും മുഹിബ്ബായ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്, അല്ലാഹു ഒരുപാട് സൃഷ്ടികളെ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ നാമത്തിനോട് ചേർത്തെഴുതാൻ പറ്റിയ ഒരു നാമത്തെ തെരഞ്ഞത്, ഒരു സൃഷ്ടിയെ അവിടുന്ന് തെരഞ്ഞെടുത്തത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബി മനുഷ്യൻ ഹബീബ് തങ്ങളെ സൗദത്തിൽ വന്ന് പറയുന്നത്, ഞാൻ നബിയെ ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ആ റബ്ബിനെ ഞാൻ പ്രിയം വെക്കുന്നുണ്ട്, അല്ലാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, വറസൂലഹു, നബി തങ്ങളെയും ഞാൻ ഇഷ്ടം വെക്കുന്നുണ്ട്. ഇതങ്ങ് പറയുന്ന സമയത്ത്
നമ്മോട് പറഞ്ഞ അവിടുത്തെ അവസാന ഫസ്ലിലെ വരികളല്ലേ അവിടുന്ന് നമ്മോട് ആ വരികളിലൂടെ ഉണർത്തുന്നത് എന്താ? ആരാരും തുണയില്ലാതെ നഫ്സിയെ നഫ്സി എന്ന് ഒറ്റയ്ക്ക് കെഞ്ചുന്ന സമയത്തോ പ്രയാസപ്പെടുന്ന സമയത്ത് യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ഹമീമി. ഒരുപാട് പാപക്കറകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓ പ്രിയപ്പെട്ട നബിയേ, യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ സമയത്ത് ഈ അന്ത്യനാളിൽ അങ്ങല്ലാതെ എനിക്കൊരു തുണയുമില്ല, അങ്ങല്ലാതെ എനിക്കൊരു അത്താണിയില്ല. അതുകൊണ്ട് മതസ്സാഅതു യാ റസൂലുള്ളാഹ് എന്ന ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് അന്തമൻ അഹ്ബബ്ത എന്ന മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബിനെ പ്രിയം വെച്ചിട്ടുണ്ടോ? ഹബീബിനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് നമ്മെ കൈവടിയൂല. അവിടെ ചെന്നാൽ മുത്തനബി തങ്ങൾ വെറുതെ നമ്മളെ വെറുതെ ആക്കൂല. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഉൽ കറമി. റബ്ബേ, മുത്തനബി തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊണ്ട് അല്ലാഹ് ചൊല്ലണം നമ്മൾ സ്വലാത്ത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, വരുന്ന മാസം പരിശുദ്ധമായ പുണ്യറബിയാണ്. ഓരോ ദിനങ്ങളും നമ്മൾ ഓരോ വർഷങ്ങളിലും ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി പറയാറുണ്ട്. അതിന് വേണ്ടി വേദികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്, അതിന് വേണ്ടിയുള്ള സദസ്സുകൾ നമ്മൾ ഒരുക്കാറുണ്ട്, തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ കോവിഡ്-19 കൊറോണ എന്ന പേരിൽ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന ഉമ്മന്മാരോട്, സഹോദരന്മാരോട് ഇതിൽ നിന്നുള്ള പരിഹാരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഒരുപാട് ഇനിയും പറയാറുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അതാ മുത്തനബി തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉക്സിറു സ്വലാത അലൈക ഫകം അജ്അല ലക മിൻ സ്വലാതി ഫകം അജ്അല ലക മിൻ സ്വലാതി. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫകം അജ്അല ലക മിൻ സ്വലാതി, എത്രയാണ് ഞാൻ സ്വലാത്ത് ചൊല്ലേണ്ടത്, എത്രയാണ് ഞാൻ സമർപ്പിക്കേണ്ടത്? ഫഖാൽ, മുത്തുനബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മാ ശിഅത, നിനക്ക് എത്രയാണോ സാധിക്കുന്നത് അത്രയും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. മഹാനായ കഅബ് തങ്ങൾ പറയുന്നു, ജീവിതത്തിന്റെ നാലിൽ ഒരു ഭാഗം നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ മാറ്റിവെക്കുന്നു. മുത്തുനബി തങ്ങൾ അവിടുന്ന് തിരിച്ചു പറഞ്ഞു, മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അതിനേക്കാൾ നീ അധികമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ ഖൈറുൽ ലക, അതാണ് നിനക്ക് ഏറ്റവും ഉത്തമം. വീണ്ടും കഅബ് തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അന്നിസ്ഫു യാ ഹബീബല്ലാഹ്, ജീവിതത്തിന്റെ പകുതി ഭാഗവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിനക്ക് ഉത്തമം കഅബേ എന്ന് പറഞ്ഞപ്പോ വീണ്ടും മുത്തുനബി തങ്ങളോട് കഅബ് തങ്ങൾ പറഞ്ഞു, സുലുസൈൻ യാ റസൂലല്ലാഹ്, നാലിൽ 3 ഭാഗവും അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ സമയം കണ്ടെത്തുമെന്ന് പറഞ്ഞപ്പോ മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതാണ്
അജ്അലു ലക സ്വലാത്തി കുല്ലഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും എൻ്റെ ജീവിതം മുഴുവനും ഹബീബിന് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു, മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് മുത്തുനബി തങ്ങൾ മറുപടി പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക. നബിയേ, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിഹാരം പറയുന്നത് കോവിഡ്-19 പരിഹാരമാണ്, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും റെമഡിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവിടുന്ന് പറഞ്ഞത്, നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ ഹമ്മുകൾക്ക്, നിന്നെ വേട്ടയാടുന്ന എന്തൊക്കെ അവലാദികളും വേവലാദികളും ഉണ്ടോ അതിനെല്ലാം മതിയായതാണ് എന്റെ മേലുള്ള സ്വലാത്ത്. നിന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങളോ ആ പാപങ്ങളും പുറത്തു കിട്ടാൻ എനിക്ക് എമ്പാടും മതിയായതാണ് എന്റെ പേരിലുള്ള സ്വലാത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇക്സാറു സ്വലാത്തി അല നബിയിൽ മുസ്തഫ ജീവിത സമയത്ത് ഒരുപാട് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു മജ്‌ലിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ തെന്നിന്ത്യയിലെ ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന ആശിഖ് റസൂൽ മഹാനായ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസം 28-നല്ലേ മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞു പോയതോ. ഏത് മജ്‌ലിസിൽ പറയുമ്പോഴും ഏത് സ്ഥലത്ത് ചെന്നാലും കുണ്ടൂർ ഉസ്താദിന് പറയാനുള്ളത്, കുണ്ടൂർ ഉസ്താദിന് സമർപ്പിക്കാനുള്ളത് ഹബീബ് തങ്ങളെ കുറിച്ചാണ്, അവിടുത്തെ മഹബത്തിനെ കുറിച്ചാണ്, അവിടുത്തെ സ്നേഹത്തെ കുറിച്ചാണ്. ആ കുണ്ടൂർ ഉസ്താദിനെ നമ്മളൊന്ന് അറിയുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് വായിച്ച് പഠിച്ചറിഞ്ഞവരാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ അതേപടി കർമ്മപദത്തിൽ കൊണ്ടുവന്ന മഹാനായ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അവിടുത്തെ ഉസ്താദാകുന്ന ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ അവിടുത്തെ ശിക്ഷണത്തിലല്ലേ കുണ്ടൂർ ഉസ്താദ് വളർന്നു വന്നത്. ആത്മീയ നേതൃത്വമല്ലേ മഹാനവറുകൾക്കുള്ളത്. മഹാനായ വെളിയങ്കോട് മൃതങ്ങള് നമുക്ക് മറക്കാൻ പറ്റുമോ? മുത്തുനബി തങ്ങളെ എത്രയാണ് പ്രണയിച്ചത്. വരട്ടെ കുണ്ടൂർ ഉസ്താദിലേക്ക്. അവിടുത്തെ ജീവിതത്തിൽ ഏത് ഭാഗവും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ഏത് മേഖലകളും എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ കയ്യിലുള്ള പേപ്പറാവട്ടെ, പറയുന്ന വാക്കുകളാവട്ടെ, എഴുതുന്ന രചനകളാവട്ടെ, മുഴുവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. ആ ഹബീബിന്റെ തിരുചര്യ ഒരു സുപ്രഭാതത്തിൽ ഒരു ത്വരീഖിലൂടെ വലിയ മർത്തബയിലേക്ക് കടന്നു വന്നവരല്ല കുണ്ടൂർ ഉസ്താദ്, മറിച്ച് തഅലീമിലായി തദ്രീസിലായി ജീവിതം മുഴുക്കെ മാറ്റിവെച്ചവരാണ്. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ജീവിതം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കറാമത്തുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വരുന്ന 15ാമത് ഉറൂസ്, ഏത് കഴിഞ്ഞു പോയ ഉറൂസുകളാണെങ്കിലും കമ്മിറ്റി നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള ഒരു കമ്മിറ്റികൾക്കും വലിയ ഒരു ചുമതലകളും ലഭിക്കുന്നില്ല, ഉണ്ടാകുന്നില്ല. കാരണം എല്ലാം ആത്മീയമായി അതിനെ നിയന്ത്രിക്കുന്നത് നമുക്ക് അവിടെ ചെന്നാൽ കാണുന്ന കാഴ്ചയാണ്. ഒരു ബുദ്ധിമുട്ടുകളുമില്ല, എല്ലാം വളരെ സരളമായ രൂപത്തിൽ, വളരെ നല്ല രൂപത്തിൽ അവിടുത്തെ എല്ലാ ഉറൂസുകളും കഴിഞ്ഞു പോകുന്നു. ഞാനിത് പറയാറുള്ള കാരണം കഴിഞ്ഞ ഉറൂസിൽ അവിടെ വെച്ചൊരു ഉസ്താദ് പറഞ്ഞ സംഭവമുണ്ടോ, ഇവിടെ ഒരു പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ല. ഇന്ന് 7ാമത്തെ സമാപന ദിവസമാണ് കടന്നു വരുന്നത്. പക്ഷേ
ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നമ്മ പറഞ്ഞപ്പോ ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞതേയില്ല. ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിന്റെ താളം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിലെ വികാരം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ വ്യക്തിത്വ പ്രഭാവം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിന്റെ ഗരീബ് നവാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശങ്കിക്കേണ്ടതില്ല. അവിടുത്തെ ഉപമിച്ച് പറയാൻ നമുക്ക് ഒരുപാട് മഹത്തുക്കൾ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ എത്രയാണ് ഹബീബിനെ പ്രിയം വെച്ചത്, എത്രയാണ് ഹബീബിനെ സ്നേഹിച്ചത്. മദീനയെ പ്രണയിച്ചില്ലേ ഇമാം അബൂ ഹനീഫ തങ്ങൾ? കഴിഞ്ഞില്ല. ഇമാം അബൂ ഹനീഫ തങ്ങൾ മദീനയിലെ മണൽത്തരികളെ പോലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മഹത്തുക്കളാണ് ഹബീബിനെ പ്രണയിച്ചവിടുത്തെ പൊരുത്തം സമ്പാദിച്ച് സ്വർഗം സമ്പാദിക്കുന്നവരുടെ പട്ടികയിലുള്ളത്. ആ മഹത്വത്തോടൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രണ്ട് ജീവിതവും സന്തോഷത്തിലാക്കി പെരുമാറാവട്ടെ. ഈ സമയത്ത് കുണ്ടൂർ ഉസ്താദിനെ പറയുമ്പോ സി.എം. ഇബ്രാഹിമിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം തന്റെ മക്കളെയും കൂട്ടി സി.എം. ഇബ്രാഹിം കോഴിക്കോട് വരുന്ന സമയത്ത് എ.പി. ഉസ്താദിനെ കാണണമെന്ന് പറഞ്ഞു, കുണ്ടൂർ ഉസ്താദിനെ കാണണമെന്ന് പറഞ്ഞു. കോഴിക്കോട് എത്തുന്നു. തിരിച്ചു പോരുമ്പോ കുണ്ടൂർ ഉസ്താദിന്റെ കയ്യിൽ 2-3 ലക്ഷം നൽകുന്നു. അതാ കോഴിക്കോട് നിന്നുള്ള യാത്രയാണ്. ഒരുപാട് ദൂരം അങ്ങ് കഴിഞ്ഞു പോരുന്ന സമയത്ത് അല്പം എത്തിയപ്പോ മക്കളുടെ കയ്യിലേക്ക് തന്റെ ലക്ഷത്തിന്റെ കെട്ടുപൊതിഞ്ഞ പേപ്പറും അതിലുണ്ടായിരുന്ന പൊതിഞ്ഞു വെച്ച റബ്ബർ കഷ്ണവും ഒരു മകന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. മറ്റടുത്തുള്ള മകൻ പറഞ്ഞു, എനിക്ക് ചില കടമിടപാടുകളുണ്ട്, അത് തീർക്കാൻ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ അല്പം കാശ് അങ്ങോട്ടും നീക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതമാണ്. ലാളിത്യം നിറഞ്ഞ സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ജീവിതമാണ്. മുഴുവൻ സമ്പാദ്യങ്ങളും നാളേക്ക് വെക്കാതെ ജീവിതത്തിൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സ്വഭാവമുള്ള മഹാനായ കുണ്ടൂർ ഉസ്താദ് ചെയ്തെന്താ, ഈ ലക്ഷക്കണക്കിന് ക്യാഷ് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മുഴുവനും ദാനധർമ്മം ചെയ്തു പോയില്ലേ? ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം ശ്രവിക്കുന്നവരോട് ആ കുണ്ടൂർ ഉസ്താദ് ഹബീബ് തങ്ങളെ എത്രയാണ് സ്നേഹിച്ചത്. ഇങ്ങനെ പൂർവികരായ ഒരുപാട് മഹത്തുക്കളും അവിടുത്തെ താബിഉകളും സ്വഹാബാക്കളും അവിടുത്തോടുകൂടെ സ്വർഗത്തിൽ ഇവിടുത്തെ പ്രണയിച്ച് സ്വർഗത്തിലേക്ക് എത്തുമ്പോ സാധുക്കളായ നമുക്ക് എവിടെയാണ് സ്ഥാനമുള്ളത്? നമ്മുടെ ഇടം എവിടെയാണ്? തമ്പുരാൻ നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ, സ്വർഗം നൽകുമാറാവട്ടെ. ഒരുപാട് ഇനിയും പറയാനുണ്ട്. സമയദൈർഘ്യം പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഈ ക്ലാസ്സിൽ സംഗമിച്ച ഒരുപാട് ഉമ്മവന്മാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. എത്രയോ ഉമ്മമാരുണ്ട്, പെണ്ണന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, വേദനകളുണ്ടെന്ന് പറഞ്ഞതുമാകൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രയാസങ്ങളും നൽകല്ല റഹ്മാനെ, ഒരു ദുഃഖത്തിലും നായിക്കുന്ന ദുഃഖത്തിലും പെടുത്തല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും സ്വന്തം കുടുംബത്തിലുള്ളവർ, ഈ മഹലിലുള്ളവർ, റബ്ബേനോട് മുമ്പ് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സഹകരിച്ച മഹലിലെ നിവാസികൾ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവരുടെ പള്ളി മദ്രസയോട് സഹകരിക്കുന്നവർ, നാട്ടിലെയും വിദേശികളുമായ സ്നേഹിതന്മാർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാഹ്.
പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണം അല്ലാഹ്, സ്വർഗ്ഗം നൽകണം അല്ലാഹ്, ശിക്ഷകൾ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മഗ്ഫിറ നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗ്ഗങ്ങളുടെ ഖബറിടത്തിലേക്ക് ഇൽമിന്റെ മജ്ലിസുകൾ റബ്ബേ നീ തുണയാക്കണേ റഹ്മാനെ. ആഖിറത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണം അല്ലാഹ്. കടമുള്ളവർക്ക് വീട്ടാനുള്ള വഴികൾ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ മുത്തുനബിതങ്ങളെ സ്നേഹിക്കണം തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ പ്രണയിച്ച് സ്വർഗ്ഗം നേടാൻ ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനം സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ഹബീബ് തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.